ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതോടെ പാർട്ടിയുമായി അകൽച്ചയിലായ കൊട്ടാരക്കരയിലെ മുൻ എം.എൽ.എ. പി. ഐഷ പോറ്റിയും CPM തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാവുകയാണ്. കൊട്ടാരക്കര മണ്ഡലത്തിലെ സ്കൂളിന്റെ ഉദ്ഘാടനത്തിന്റെ ക്രെഡിറ്റ് മന്ത്രി KN ബാലഗോപാൽ ഏറ്റെടുത്തതാണ് പുതിയ പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. ഐഷ പോറ്റി MLA-ക്കെതിരെ സർക്കാരിന്റെ പൊതു ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2 കോടി രൂപ കൊണ്ട് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ക്രെഡിറ്റാണ് മന്ത്രി KN ബാലഗോപാൽ കൊണ്ടുപോയത്. 2020-ലാണ് വാക്കാട് ഗവൺമെന്റ് HSS-ൽ പുതിയ കെട്ടിടത്തിന് 2 കോടി അനുവദിച്ചിരുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനൊരുങ്ങിയപ്പോൾ നോട്ടീസിലും കെട്ടിടത്തിന്റെ ഭിത്തിയിലെ എഴുത്തിലുമെല്ലാം തന്നെ ധനമന്ത്രി KN ബാലഗോപാലിന്റെ ശ്രമഫലമായി അനുവദിച്ച 2 കോടി കൊണ്ട് നിർമ്മിച്ച കെട്ടിടം എന്നാണ് രേഖപ്പെടുത്തിയത്. പണം അനുവദിച്ച ഐഷ പോറ്റിയുടെ പേര് എവിടെയും ഉണ്ടായിരുന്നില്ല. അവഗണന വ്യക്തമായതോടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നിട്ടും ഐഷ പോറ്റി പങ്കെടുത്തുമില്ല. ഉദ്ഘാടനത്തിന് തൊട്ട് തലേന്ന് സ്കൂളിലെത്തിയ അധ്യാപകരെയും കുട്ടികളെയും കണ്ട് മടങ്ങിയാണ് ഐഷ പോറ്റി നീരസം പ്രകടമാക്കിയത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് അടുത്തിരിക്കെ മുൻ MLA ഐഷ പോറ്റിയുമായി ഉണ്ടായ തർക്കങ്ങൾ കൊട്ടാരക്കരയിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന KN ബാലഗോപാലിന്റെ സാധ്യതകളെ സാരമായി തന്നെ ബാധിച്ചേക്കും. CPM-മായി ഇടഞ്ഞു നിൽക്കുന്ന ഐഷ പോറ്റിയെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാനായി കോൺഗ്രസും BJP-യും ശ്രമവും നടത്തുന്നുണ്ട്. കോൺഗ്രസ് സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഐഷ പോറ്റി പങ്കെടുത്തതും പാർട്ടി വിടുന്നതിന്റെ സൂചനയായി തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. എന്നാൽ രാഷ്ട്രീയ നിലപാടിൽ തൽക്കാലം മാറ്റമില്ല എന്ന് അതേ വേദിയിൽ തന്നെ ഐഷ പോറ്റി തുറന്നു പറയുകയും ചെയ്തിരുന്നു. വാക്കനാട് സ്കൂളിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്നതും വ്യക്തിപരമായ അസൗകര്യങ്ങളെ തുടർന്നാണെന്ന് ഐഷ പോറ്റിയുടെ വിശദീകരണവും വന്നിരുന്നു. കൊട്ടാരക്കര മണ്ഡലത്തിൽ മികച്ച ജനകീയ പ്രതിച്ഛായയുള്ള നേതാവാണ് 3 ടൈം MLA ആയിരുന്ന P. ഐഷ പോറ്റി. കന്നി മത്സരത്തിൽ കൊട്ടാരക്കരയിലെ അധികായനായിരുന്ന R. ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഐഷ പോറ്റി മണ്ഡലത്തെ ഇടതുപക്ഷത്തോട് ചേർത്തത്. കൊട്ടാരക്കരയിലെ ജനങ്ങളുമായി ഐഷ പോറ്റിക്കുള്ള വ്യക്തിബന്ധങ്ങളും കുടുംബങ്ങളുമാണ് അവരുടെ ശക്തി. വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്ന KN ബാലഗോപാലിനും ഇത് വലിയ ഭീഷണിയാകും. ഐഷ പോറ്റിയുമായി ബന്ധപ്പെട്ട വ്യക്തിപരവും കുടുംബപരമായ വോട്ടുകൾ മറഞ്ഞു കഴിഞ്ഞാൽ KN ബാലഗോപാലും വിജയിക്കുക അത്ര എളുപ്പമാകില്ല. 2016-ൽ ഐഷ പോറ്റി 42,632 വോട്ടുകൾക്ക് വിജയിച്ച കൊട്ടാരക്കരയിൽ 2021-ൽ KN ബാലഗോപാൽ വിജയിച്ചത് 10,814 വോട്ടുകൾക്ക് മാത്രമാണ്. ഭരണവിരുദ്ധ വികാരവും രാഷ്ട്രീയ അടിയൊഴുക്കുകളും സംഭവിച്ചു കഴിഞ്ഞാൽ കൊട്ടാരക്കരയിൽ രണ്ടാമതൊരു ജയം എളുപ്പമാകില്ല. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഐഷ പോറ്റിയുമായി തർക്കം ഉണ്ടായിരിക്കുന്നത്. 2ാം പിണറായി വിജയൻ സർക്കാരിൽ ധനകാര്യമെന്ന നിർണായക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി KN ബാലഗോപാലിന് വകുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകളുണ്ട്. ഇതുകൊണ്ട് തന്നെ കൊട്ടാരക്കര മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് സൂക്ഷ്മ ശ്രദ്ധ ചെലുത്താൻ മന്ത്രിക്ക് കഴിയുന്നുമില്ല. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെയും പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തെയും ആശ്രയിച്ചുകൊണ്ടാണ് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരിൽ നിന്നെല്ലാം തന്നെ ഉണ്ടാകുന്ന പിഴവുകളുടെയും വീഴ്ചകളുടെയും പഴി കേൾക്കേണ്ടി വരുന്നത് മന്ത്രിയുമാണ്. വാക്കനാട് സ്കൂളിലെ കെട്ടിടം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് PTA തയ്യാറാക്കിയ നോട്ടീസിൽ മന്ത്രി ബാലഗോപാലിന്റെ ശ്രമഫലമായി എന്ന് എഴുതി ചേർത്തത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതുമാണ്. എന്നിട്ടും അതിലെ രാഷ്ട്രീയ അപകടം മുൻകൂട്ടി കാണാൻ അവർക്കായതുമില്ല. ഇതോടെയാണ് നോട്ടീസ് അച്ചടിച്ച് പുറത്തുവരുന്ന സ്ഥിതിയുണ്ടായത്. സംഭവം വിവാദമായതോടെ പ്രതിക്കൂട്ടിലായത് മന്ത്രി ബാലഗോപാലാണ്.